ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കിയാലോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏഞ്ചലിനോട് നമുക്കൊരു ഗൈഡൻസ് ചോദിക്കാം. അപ്പം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം ഇതിലെ നെഗറ്റീവായിട്ടുള്ളത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോയാലോ? ഞാൻ ഈ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യുകയും എന്തെങ്കിലും ഇതാക്കിയിട്ട് നിങ്ങൾ ഒരു ഡീപ്പ് ബ്രീത്തിങ് എടുത്തിട്ട് ഒരു 3 times എങ്കിലും എടുക്കുക. റിലാക്സ് ആയിട്ട് ബ്രീത്ത് റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3 times ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് വിശ്വാസമാണോ, നിങ്ങളുടെ ദൈവം ഏതാണോ ആ ദൈവത്തോട് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം ചോദിക്കാൻ. അപ്പോഴാണ് ഏഞ്ചൽസ് ഗൈഡൻസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഇതൊരു നെഗറ്റീവായിട്ട് കണ്ടു വെച്ചിരിക്കരുത്. ക്യാമറ ഈ സൈഡ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ കാർഡ് ഇങ്ങനെ പിടിച്ചേക്കാനും ബാക്ക് സൈഡ് കാണേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഗൈഡൻസ് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് അതിൻ്റേതായ രീതിയിൽ മനസ്സിലേക്ക് എടുക്കാൻ നോക്കുക. അല്ലാതെ നെഗറ്റീവ് മാത്രം അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ. ഇതിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുക. നമുക്ക് നോക്കിയാലോ? ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് നമ്മുടെ ഏഞ്ചൽസ് നമുക്ക് തന്നിട്ടുള്ള ഗൈഡൻസ്. അപ്പം നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജോലിപരമായിട്ട് എന്തോ ആവട്ടോ, നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോലിപരമായിട്ടായിരിക്കും, നമ്മുടെ ഫ്യൂച്ചർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലവരൊക്കെ ഈ റീഡിങ് കാണുന്നതിൽ ചിലവരൊക്കെ ഇതാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാതെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് അതിനെപ്പറ്റി കൂടുതലായിട്ട്, ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ആണെങ്കിൽ ഇപ്പം മൂന്നാമതൊരു വ്യക്തി പറഞ്ഞിട്ടുള്ള അറിവുകൾ കേട്ടിട്ട് നമ്മളൊന്നും തീരുമാനിക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കും. ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറയണേ, നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് ആണോ അയാളോ അല്ലെങ്കിൽ അവളോ അങ്ങനെ എന്നോട് ചെയ്തല്ലോ അങ്ങനെ ഒരു ചിന്ത എടുക്കാതെ നിങ്ങൾ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനാണ് പറയുന്നത്. അല്ല ഇപ്പോൾ ഒരു ജോലി സംബന്ധമായതാണെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഒരു ജോലി കണ്ടിട്ട് അതൊരു നല്ല വഴിയാണല്ലോ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാം അങ്ങനെ നിങ്ങളൊന്ന് പെട്ടെന്ന് തീരുമാനിക്കാതെ നിങ്ങൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളോട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുക. നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ അങ്ങനെ അതിനെപ്പറ്റി അവരോടൊക്കെ അറിയാവുന്ന ആളുകളോട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അല്ലാതെ ചാടിക്കയറി ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനോട് എടുക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ എന്ത് റിലേഷൻ ആണെങ്കിൽ ഈ ജോബ് റിലേറ്റഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അവൈലബിൾ ആണ് അല്ലേ. നമുക്ക് എവിടെ നിന്നാണോ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മളതെല്ലാം ശേഖരിച്ചിട്ട് വേണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ കേട്ടോ.
ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നാണോ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ അന്വേഷണം. അല്ലാതെ നമ്മൾ ഒരാളുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഒരു കാര്യത്തിലും ഇറങ്ങി തിരിച്ച് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് എന്നാണ് ഈ ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കാനാണെങ്കിൽ ആ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി വിലയിരുത്തുക. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോടും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തികളോടും അതേക്കുറിച്ച് സംസാരിക്കുക. ഇപ്പം എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക. അവരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് അവരുടേതായ രീതിയിലും കൂടി ഒരു ഒപ്പീനിയൻ എടുക്കുക എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നിങ്ങളുടേതായ തീരുമാനങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ഗ്യാപ്പ് വെക്കുക. കാരണം നമ്മുടെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല. അപ്പം നമ്മുടെ മൈൻഡ് ശരിയല്ലാത്ത സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നാളെ ഫ്യൂച്ചറിൽ നമുക്കത് ഭയങ്കര ദോഷം ചെയ്യും. അപ്പം നമ്മളെ ഇപ്പം പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിലേക്ക് നാളെ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പരിഹാസ പാത്രമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം വെറുപ്പുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഒരു ലൈഫ് വീണ്ടും ഒരു വലിയ കുഴിയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കാതെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കാതെ അതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് വേണം അതിലേക്കൊരു തീരുമാനം എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടാരോട്ട് റീഡിംഗ് ആയാലും ഏഞ്ചൽസ് ഗൈഡൻസ് ആയാലും നമ്മൾ യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത വ്യക്തികളിലേക്ക് മാത്രമാണ് ഈ റീഡിങ്സ് എത്തുക. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് അതിൽ വ്യൂസ് കുറയുമ്പോൾ എനിക്ക് അത്ര ഒരു എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം പലർക്കും ഇത് എത്തുന്നില്ലല്ലോ. കാരണം എത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് അത്രയൊന്നും വ്യൂസ് ചിലപ്പോൾ കിട്ടാറില്ല. അപ്പം ശരിക്കും അതിൻ്റേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സ് തിരഞ്ഞെടുക്കുന്നുണ്ടോ ആ വ്യക്തികളിലേക്കായിരിക്കും ആ ഒരു റീഡിങ് എത്തുക. അപ്പോൾ ഈ ഒരു റീഡിങ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ പൊട്ടത്തരങ്ങളും കുറേ അബദ്ധങ്ങളും ഒക്കെ എടുക്കാൻ പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ എടുത്തവരായിരിക്കാം. അപ്പം നിങ്ങളൊന്ന് സ്റ്റക്കാവുക. നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അതിന് യൂണിവേഴ്സ് നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. തോന്നുന്നല്ല, അതാണ് സത്യം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങളൊന്ന് നന്നായിട്ട് വിലയിരുത്തുക. കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അല്ലാതെ ഒരു കുഴിയിലും പോയി ചാടരുത്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നാളെ നമ്മളൊരു കുഴിയിൽ പെട്ട് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് അനുഭവിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ നിൽക്കുന്ന ആരും ഉണ്ടാവില്ല. ഒത്തിരി അനുഭവങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു എന്ന നിലയ്ക്ക് കൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ നിങ്ങൾ ഈ 7 ചക്രാസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കും. ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മെഡിറ്റേഷൻ 7 ചക്രാസ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾ മാക്സിമം അത് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ ഈ ഒരു പെട്ടെന്ന് എടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങളായിരിക്കും വന്ന് ചേരുക. അപ്പോൾ മാക്സിമം നല്ല രീതിക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ല ലൈവ് സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ദയവേത് ഒരു ടൈം എനിക്ക് പറഞ്ഞു തരാം. കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം എനിക്കങ്ങനെ ലൈവ് വന്നിട്ടൊന്നും പ്രാക്ടീസ് ഇല്ല. അപ്പം ഞാൻ ലൈവ് ഓണാക്കി ഇടുക എന്നല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അയച്ചാൽ മാത്രമേ ഞാൻ റിപ്ലൈ അയക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ടൈം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയാൻ കുഴപ്പമില്ലാത്ത ഇപ്പോൾ ജോലി അതൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ. പിന്നെ നിങ്ങൾ ഈ പബ്ലിക്കിനെ പേടിക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു ചാനലുണ്ടെങ്കിൽ നമ്മളത് ആരാന്നൊന്നും മറ്റൊരു വ്യക്തി അറിയുന്നില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ജോലി കാര്യങ്ങളായിട്ട് ഒരു ചോദ്യം അവിടെ ചോദിച്ചാൽ അത് മറ്റുള്ളവർ കണ്ടാലും നമുക്കെന്താ, നമ്മൾ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നത്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ അവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അവിടെ പബ്ലിക്കിൽ വന്നിട്ട് ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പം ഞാനൊരു ഗൈഡൻസ് എടുത്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു.